ഇതിപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയമായിട്ട് വിജയ്ക്ക് നേട്ടമുണ്ടാക്കിയ പ്രദേശങ്ങളാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു പ്രഖ്യാപനം തമിഴ്നാടിന് നടത്തിയേ തീരൂ, അതവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കേരളമാണ് ഇക്കാര്യത്തിൽ ആക്ട് ചെയ്യേണ്ടത്. മാറി മാറി വന്ന കേരള സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. മുൻപ് അത് പലതവണ ചൂണ്ടിക്കാണിച്ചതുമാണ്. സുപ്രീം കോടതി വിധി ആദ്യം തമിഴ്നാടിന് അനുകൂലമായി വന്നതാണ്. പിന്നെ ഇവരെ പോലെയുള്ളവരൊക്കെ സുപ്രീം കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് അനുകൂലമായിട്ട് ഒരു കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിന് ഏതാണ്ട് അനുകൂലമായ രീതിയിലേക്ക് അല്ലെങ്കിൽ 50-50 ചാൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആക്ട് ചെയ്യേണ്ടത് കേരള സർക്കാരാണ്. എന്ത് പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്ന്? തമിഴ്നാടിൻ്റെ പ്രഖ്യാപനം വെറുതെയല്ല, അവർ കാൽക്കുലേറ്റ് ചെയ്തുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്. ഉണ്ടയില്ല വെടിയല്ല. ഈ രംഗത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോ ജോസഫിൻ്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അല്ല, ജോ ജോസഫിനെ പോലുള്ള ആളുകൾ നടത്തുന്ന പോരാട്ടം അത് ശ്ലാഘനീയമാണ്. അത് അവർക്കെല്ലാ പിന്തുണയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൊടുക്കേണ്ടതാണ്. ഇവിടെ കൗതുകകരമായിട്ടൊരു കാര്യം, തമിഴ്നാട് ഗവൺമെന്റ് അവരുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പം അവരുടെ ധനകാര്യമന്ത്രി ഇതിൽ പെട്ടെന്ന് തന്നെ 136 നിന്ന് 142 അടി, അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാന യഥാർത്ഥത്തിൽ 152 അടി ഉയർത്തും എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പം 142 എന്ന പ്രഖ്യാപനത്തിൽ എത്തിയിരിക്കാം. പക്ഷെ അവരുടെ ഉദ്ദേശം 152 അടി തന്നെയാണല്ലോ. 142 എന്നത് അവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് പക്ഷേ ഈ ഊൾക്കർവൊക്കെ ഉള്ളത് കൊണ്ട് അത്രയും അടിയിലേക്ക് വരുന്നില്ല. പക്ഷേ തമിഴ്നാടിന്റെ ആത്യന്തികമായ ലക്ഷ്യം 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളതാണല്ലോ. വെള്ളം സംഭരിച്ചു വെക്കുക, ആവശ്യമുള്ള സമയത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഇതിനകത്ത് മഞ്ജുഷ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ജോ ജോസഫ് അത് പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് തമിഴ്നാടിന് ഒരു വർഷം കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 20 to 22 TMC ആണ്. ഈ എത്ര മാത്രം വെള്ളം ഇവിടെ സംഭരിച്ചു കഴിഞ്ഞാലും ഇപ്പം 142 ആണ്, 154 ആയിക്കോട്ടെ, മൊത്തം ഡാമിന്റെ ഉയരം എന്ന് പറയുന്നത് 176 അടിയാണ്. അതിലിപ്പം ഏറ്റവും ആദ്യം 156 അടി വരെ വെള്ളം സൂക്ഷിച്ചിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. 45 കിലോമീറ്റർ ഉണ്ടായ പ്രളയത്തിന് ശേഷമാണ് പിന്നെ പടിപടിയായിട്ട് കുറച്ചു കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൗതുകകരമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതെന്തുകൊണ്ടാണ് അതിലേക്ക് നമ്മുടെ ചർച്ചകൾ എത്താത്തത് എന്നുള്ളതാണ്. എത്ര മാത്രം വെള്ളം ഇതിന്റെ മുകളിൽ സംഭരിച്ചാലും തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്ന 4 കുഴലുകളേ ഉള്ളൂ. ഈ 4 കുഴലുകൾ കൂടെ ഇനിയിപ്പോൾ 24 മണിക്കൂറും നമ്മൾ 12 മാസവും അല്ലെ 30 ദിവസവും 12 മാസവും തുറന്നു വിട്ടാലും ഈ കുഴൽ ടണലിൽ കൂടി പോകുന്ന വെള്ളം മാത്രമേ തമിഴ്നാട്ടിൽ എത്താനായിട്ട് കഴിയുള്ളൂ. അല്ല, അത് തമിഴ്നാടിന്റെ ഒരു തന്ത്രമാണല്ലോ ശ്രീ സേനാപതി വേണു MLA. കാരണം എത്ര അടി ജലം സംഭരിച്ചാലും, വെള്ളം സംഭരിച്ചാലും ഡാമിന് കുഴപ്പമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള തമിഴ്നാടിന്റെ തന്ത്രമാണല്ലോ അത്. പരമാവധി സംഭരണ ശേഷി നിലനിർത്തുക എന്നുള്ളത്. അല്ല, അത് ഞാൻ പറഞ്ഞത് അത് തമിഴ്നാടിന്റെ ഒരു തന്ത്രമാണ്. എന്ത് തന്ത്രം തമിഴ്നാട് പ്രയോഗിച്ചു കഴിഞ്ഞാലും ഈ 4 ടണലിൽ കൂടി 6300 ഫീറ്റ് നീളമുള്ള, അല്ലെ 6 കിലോമീറ്റർ 300 മീറ്റർ നീളമുള്ള ഈ 4 കുഴലിൽ കൂടി അവർ എത്രമാത്രം വെള്ളം കാരണം മനുഷ്യനിർമ്മിതമായ കുഴലാണ്, അതിനപ്പുറത്തേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. അപ്പൊ പിന്നെ എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ 142 അടിയിലേക്ക് സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നത്? അങ്ങനെ സംഭരണശേഷി വർദ്ധിപ്പിച്ചാൽ നമ്മൾ ചിലപ്പോൾ വർഷകാലത്തൊക്കെ ചില ചർച്ചകൾ നടത്തുമ്പോൾ തമിഴ്നാട് പരമാവധി ജലം കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എങ്ങനെ പരമാവധി കൊണ്ടുപോയാലും ഈ 4 കുഴലിൽ കൂടി പോകുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് മണിക്കൂറിൽ ഏതാണ്ട് 1200 ഖനയടി വെള്ളത്തിനപ്പുറത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം മറ്റൊരു സോഴ്സ് ഈ 4 കുഴലേ ഉള്ളൂ. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്രയും വെള്ളം ഇവിടെ നിറച്ചിടണമെന്ന് തമിഴ്നാട് വാശി പിടിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് അത് ഞാൻ ജോ ജോസഫിനെ ചർച്ചയ്ക്ക് വിടുകയാണ്. ഇങ്ങനെ ഒരു വിഷയം ഇന്നോളം ചർച്ചയ്ക്ക് വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഇവിടെ വെള്ളം നിറച്ചിടണം, 142 അല്ലെ 146 152 എത്രയും ആയിക്കൊള്ളട്ടെ. ഞാൻ ചോദിക്കുന്നത്, തമിഴ്നാടിന് ഏത് ഘട്ടത്തിലാണെങ്കിലും വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്നത് 4 ടണലുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാർഗവുമില്ല. അത് മാത്രമല്ല, താങ്കൾ പറയുന്ന ഈ അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. കാരണം ഈ വലിയ മഴ പെയ്യുന്ന സമയത്ത് എരച്ചിൽ പാലത്തിൽ കൂടി വെള്ളം കുത്തി ഒഴുകി തമിഴ്നാട്ടിലേക്കുള്ള റോഡ് അത് കുത്തി ഒലിച്ചു പോകുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ തമിഴ്നാടിന്റെ ഈ ടണലിന് വെളിയിലുള്ള, കാരണം ടണലിൽ കൂടെ കൊണ്ടുപോകാൻ അളവ് ഇല്ലെങ്കിൽ കുഴലിൽ കൂടെ പോകുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് അതിന്റെ പരമാവധി വെച്ച് കഴിഞ്ഞാലും ഒഴുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്റെ 4, 5, 10 ഇരട്ടിയാണ്. അപ്പോൾ ഓവർഫ്ലോ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തേക്ക് ഉണ്ടാകും എന്നുള്ള. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും തമിഴ്നാട് ഈ 136 അത് കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോർ സേഫ് ആണ്.
കാരണം ഈ ഡാമിന്റെ കാലപ്പഴക്കം 130 കൊല്ലം പഴക്കമായിരിക്കുന്ന ഈ ഡാമിനകത്ത് ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് കേരളത്തെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം തമിഴ്നാടിന് ആവശ്യമായ വെള്ളം അവർക്ക് ഒരു വർഷം കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി വെള്ളം ഞാൻ സൂചിപ്പിച്ചു 20 to 22 TMC വെള്ളമാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് സംഭരിച്ചു വെക്കാൻ ഇപ്പൊ പുതിയ ചില ഡാമുകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ കാലാവസ്ഥ സ്ഥിതിയല്ല. തമിഴ്നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ പെയ്യുന്ന പോലെ വർഷവും അതോടൊപ്പം തന്നെ കാലം തെറ്റിയുള്ള മഴയൊക്കെ പല പ്രദേശങ്ങളിലും കേരളത്തിനൊപ്പം തന്നെ മഴ തമിഴ്നാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ട് മാത്രം കൃഷി നടത്തിക്കൊണ്ടിരുന്ന ഈ ദിണ്ടിഗല്, ശിവഗംഗ, തേനി ഉൾപ്പെടെയുള്ള ഈ 5 ജില്ലകൾ ഇപ്പോൾ അവർക്ക് ചില ഘട്ടങ്ങളിൽ നമുക്കിവിടെ ലഭിക്കുന്നത് പോലെ തന്നെ മഴ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വെള്ളം ഈ മലയുടെ മുകളിൽ ഈ ജലബോംബ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത്, അതിന്റെ ആവശ്യം എന്താണ്? അതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണല്ലോ, തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ്, ഈ വിഷയം വൈകാരികമായിട്ട് ഇത് കത്തിച്ചു വിടുക എന്നുള്ളതാണല്ലോ തമിഴ്നാട്ടിൽ എല്ലാ കാലഘട്ടത്തിലും. ഗവൺമെന്റിന് എതിരെയുള്ള എന്തെങ്കിലും വിധിയെഴുത്തുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ആളുകളെ യോജിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഏറ്റവും വൈകാരികമായ ഒരു ഇഷ്യൂ ആണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം മുല്ലപ്പെരിയാർ ഡാം കേരളം അത് പൊളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കേരളം പുതിയ ഡാം കെട്ടാൻ പോകുന്നു, അങ്ങനെ നമുക്ക് വെള്ളം തരില്ല എന്ന വൈകാരികമായ ഈ ഇഷ്യൂ എല്ലാ കാലഘട്ടത്തിലും അവർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ TVKയെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയതായിട്ട് അധികാരത്തിൽ വന്ന് 2 കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലേക്ക് ചെയ്തിരിക്കുന്നു. മഞ്ജുഷെ, ഒന്ന്, കേരളത്തിലേക്ക് എത്തുന്ന നിർമ്മാണ സാമഗ്രികൾ മുഴുവൻ തടഞ്ഞിരിക്കുകയാണ്. മണല്, മെറ്റല്, കല്ല്, ഇതെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇത് എക്സസ് ആയിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ രണ്ടാമതായിട്ട് വീണ്ടും ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈ പ്രഖ്യാപനത്തിലൂടെ ഇത് കേരളത്തിന് വലിയ ആശങ്കയാണ്. ജോ ജോസഫ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്, ഇത് വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ ഡാമിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചൊക്കെ നമുക്ക് വലിയ ഉത്കണ്ഠ. സുർക്കിയുടെ അളവ് എത്രമാത്രമാണ് പുറത്തേക്ക് പോകുന്നത്, ചോർച്ച വല്ലാതെ വർദ്ധിക്കുന്നു. ഈ ഗ്രാവിറ്റി ഡാമാണ് 130 വർഷം തന്നെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 999 വർഷത്തെ കരാർ എന്ന് പറയുന്നത് ആ കരാർ തന്നെ അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് പോലും എന്ന് പറഞ്ഞ ഈ വർഷം 99 ആണോ 999 ആണോ എന്നുള്ളത് പോലും ഇപ്പോൾ തർക്കത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഉത്കണ്ഠാകുലമായി ആശങ്കാകുലമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും ജലാശയങ്ങളെല്ലാം നിറഞ്ഞു കിടക്കുന്നു, തോടുകളെല്ലാം നിറഞ്ഞു കിടക്കുന്നു. ഈ ഘട്ടത്തിൽ ഇനി മുല്ലപ്പെരിയാറിലെ ജലം ഞങ്ങൾ 136 നിന്ന് 142 ഉയർത്താൻ പോകുന്നു എന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം. പക്ഷെ ആ ഒരു പ്രഖ്യാപനത്തെ ഒരു കാരണവശാലും കേരളം അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തതും. അഡ്വക്കേറ്റ് റസൽ ജോയ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.